എല്ലാവർക്കും നമസ്കാരം. ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വാഴ നടുന്ന വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പിരിച്ച വാഴ വിത്താണിത്. നമ്മൾ ഇവിടുന്ന് തന്നെ പിരിച്ച വിത്താണ്, കണ്ടില്ലേ? അപ്പം ഏത്തവാഴയുടെ വിത്താണ്. നമ്മൾ വാങ്ങിയ വിത്തൊന്നുമല്ല, വളരെ നല്ല വിത്താണത്. നല്ല വാഴയുടെ വിത്താണ്. അപ്പോൾ നമ്മളത് പിരിച്ച് നടാൻ പോവുകയാണ്. അപ്പം ഇത് നമ്മൾ കുഴി നേരത്തെ എടുത്തിട്ട കുഴിയാണ്. നേരത്തെ കുമ്മായം ഇട്ടിരുന്ന കുഴിയാണ്. അപ്പോൾ കുമ്മായം ഇട്ട് ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞാണ് നമ്മൾ സാധാരണ മണ്ണ് കുമ്മായം ഇട്ട് ഇളക്കി ഇടണം, എന്നാലേ ഒന്ന് സെറ്റാവുകയുള്ളൂ. അതിനുശേഷം നമ്മൾ വാഴയുടെ വിത്ത് വെച്ചു. അതിനുശേഷമായി ഇട്ടത് കീടനാശിനിയാണ്. ആ കീടനാശിനി ഇട്ടിട്ടുണ്ട്. വാഴ മുളച്ച് വരുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ അത് മുളച്ച് വരാൻ തന്നെ പാടാണ്. അത് ഓരോ കീടങ്ങളൊക്കെ വന്നത് നശിപ്പിക്കും, വാഴ വലുതായി വരികയില്ല. അപ്പോൾ നമ്മൾ അതും ഇട്ട് കൊടുത്തു. അതിനുശേഷം എല്ലുപൊടിയാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് എല്ലുപൊടി, നല്ല വളമാണ് എല്ലുപൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്കാണ് ഇടുന്നത്. വേപ്പും പിണ്ണാക്കും ഇട്ട് കൊടുക്കുകയാണ്. വേപ്പും പിണ്ണാക്ക് ഒരു നല്ലൊരു കീടനിയന്ത്രണ മാർഗ്ഗം കൂടിയാണ്. പിന്നെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണുക. കണ്ടില്ലേ, ലൈക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിനിയിപ്പോൾ ഈ കുഴി പതുക്കെ മൂടിയാൽ മതി. ആ സൈഡിൽ നിന്ന് മണ്ണ് പതുക്കെ വെട്ടി ഇട്ട് മൂടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, മണ്ണ് പതുക്കെ മൂടി ഇട്ട് കൊടുക്കുക. ഏത്തവാഴയുടെ വിത്താണ്. അപ്പോൾ ഈ സമയത്ത് വലിയ മഴയില്ലാത്ത സമയമാണ്. അപ്പോൾ നമ്മൾ നല്ല വെയിൽ സമയമാണ്. അപ്പം നനച്ച് കൊടുക്കണം. ഇപ്പം നടുക്കുന്ന വാഴയൊക്കെ നനയ്ക്കാതെ കാര്യമില്ല. കാരണം നനച്ചില്ലെങ്കിൽ ഉണങ്ങിപ്പോവും, കിളുക്കാനും ഒക്കെ പാടാണ്, വളർച്ചയ്ക്കൊക്കെ വളരെ പാടാണ്. ജലസേചന സൗകര്യമുള്ളവർക്ക് ഈ സമയങ്ങളിൽ വാഴ നട്ടാൽ നല്ല രീതിയിലുണ്ടാവും. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ അല്ല വളമൊക്കെ ഇടുന്നത്, പിന്നീട് നമ്മളിത് തടം വെട്ടിയാണ് വളം ഇടേണ്ടത്. ഇപ്പോൾ വളം ഇടുന്നില്ല. ചുറ്റും ഒരു മാസമൊക്കെ ആയി മുളച്ച് വന്നു കഴിയുമ്പോൾ, ഒരു മാസമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളിത് തടം തുറന്ന് ചാണകപ്പൊടിയും മറ്റു വളങ്ങളും, വേപ്പും പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്കൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ രാസവളങ്ങൾ നൽകേണ്ടവർക്ക് രാസവളങ്ങൾ എന്താണ് അത് നൽകാം. അപ്പം നമ്മൾ മണ്ണ് ഒന്ന് ശരിക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക, ശരിക്ക് ചേർത്തൊന്ന് സെറ്റാക്കി കൊടുക്കുക. ചുവട്ടിലോട്ട് മണ്ണ് ചേർത്ത് ഒന്ന് ചവിട്ടിയൊക്കെ ഒന്ന് ഉറപ്പിച്ച് റെഡിയാക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ മതി. വളം പിന്നീട് ഇട്ടാൽ മതിയാകും, ഉടനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മളൊന്ന് നനച്ച് കൊടുക്കുകയാണ്. ഇപ്പോഴും നന വളരെ അത്യാവശ്യമാണ് വെയിൽ സമയത്ത്. കാരണം ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വാഴനടിയിൽ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന് ഒരു പൊതയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ അവിടെ നിൽക്കണമെങ്കിൽ ഒരു പൊതയുണ്ടെങ്കിൽ അവിടെ വെള്ളമൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോകാതെ ഈർപ്പം നിന്നോളും. അപ്പോൾ നമ്മൾ ഒരു പൊതയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ വാഴ നടുന്നത്. പിന്നീട് വളം പിന്നീട് നൽകിയാൽ മതി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.